ഹായ് ഡിയേഴ്സ്, വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള അടുത്ത വീഡിയോ ആണിത്. പാർട്ട് 3 ആണ്. പാർട്ട് 1 നമ്മൾ അംബ്രല്ല സ്കേർട്ടിൻ്റെയും ക്രോപ്പ് ടോപ്പിൻ്റെയും കട്ടിങ്ങും മെഷർമെൻറ്റും കണ്ടു. പാർട്ട് 2 അംബ്രല്ല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഇനി പാർട്ട് 3 നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കഴുത്തിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ഇവിടെ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് അത് അറിയാമായിരിക്കാം. അറിയാത്തവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കട്ടിങ് വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മൾ വെട്ടിയെടുത്ത ക്യാൻവാസ് ഒരു ലൈനിങ് പീസിൽ അയൺ ചെയ്ത് എടുക്കണം. അയൺ ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് പീസിൻ്റെ ബാക്കി എൻഡ് പോയിൻ്റ് ഇതുപോലെ ഒന്ന് ക്യാൻവാസിലേക്ക് വെച്ച് മടക്കി അടിക്കണം. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബിഗിനേഴ്സിന് അറിയത്തില്ലായിരിക്കാം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ തുണിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈനിങ് പീസാണ് വെക്കുന്നത്. ലൈനിങ് പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുത്ത പീസുണ്ട്. ആ പീസ് ലൈനിങ് തുണിയുടെ പുറത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വെക്കുക. കാരണം ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് കാണുന്നതായിരിക്കും എളുപ്പത്തിൽ മൈൻഡിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വെക്കാൻ പറഞ്ഞത്. അതായത് നമ്മൾ ആ ക്യാൻവാസ് ആ വെള്ള ഭാഗം, ക്യാൻവാസ് കാണുന്ന ആ വെള്ള ഭാഗം ആ ലൈനിങ് തുണിയോട് ചേർന്ന് വെക്കുക. അതിനുശേഷം വേണം നമ്മുടെ മെയിൻ ക്ലോത്ത് അതിൻ്റെ പുറത്ത് വേണം വെക്കാനായിട്ട്. പക്ഷേ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? നല്ല ഭാഗം വേണം അകത്ത് വരാൻ. ഞാനിപ്പോൾ ഇതിൽ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇൻറ്റു മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത് ബാഡ് ഭാഗമാണ്. അതായത് ലൈനിങ് തുണിയുടെ ചീത്ത വശമാണ് മേലിൽ വന്നിരിക്കുന്നത്. നല്ല ഭാഗം അടിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ഈ 3 പാർട്സും, അതായത് ലൈനിങ് തുണി, ക്യാൻവാസ്, മെയിൻ ക്ലോത്ത്, ഈ 3 ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ആ നെക്ക് പോർഷനാണ്, അതായത് ഷോൾഡറിൻ്റെ ആ പോർഷൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ നെക്ക് അടിക്കുമ്പോൾ, അതായത് ക്യാൻവാസ് ഇനി നമ്മൾ മെയിൻ പാർട്ടിലും ലൈനിങ് പാർട്ടിലും കൂടെ ചേർത്ത് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയില്ല. അങ്ങനെ മൂവ് ആവാത്തത് കൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്ക് അടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ലീവും താഴത്തെ പോർഷനും എല്ലാം നമുക്ക് ഒരു ഫിനിഷിങ് കൊടുക്കണം. കാരണം നമുക്ക് ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ് നമ്മൾ വേറെ അറ്റാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പെർഫെക്ഷനായിട്ട് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആം ഹോള് ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ, 2 ആം ഹോളിൻ്റെയും പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴത്തെ ഭാഗവും കൂടെ ഇതുപോലെ അടിച്ചെടുക്കുവാണ്. നമുക്ക് താഴത്തെ ഭാഗം ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ അഡീഷണലായിട്ട് വേറെ തുണി വെച്ച് നമുക്കിത് അടിച്ച് മടക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഭാഗം കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കാണ്. ഇനി നെക്ക് റൗണ്ട് നമുക്ക് അടിച്ചെടുക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ വെച്ചിരിക്കുന്ന ക്യാൻവാസ് കറക്റ്റ് പൊസിഷൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചോക്ക് വെച്ച് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അവിടെ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് ക്യാൻവാസ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ക്യാൻവാസിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ ചോക്ക് വെച്ച് ക്യാൻവാസിൻ്റെ ആ ഒരു നമ്മൾ കൈവച്ച് കൊടുക്കുമ്പോഴത്തേക്കും തടുക്കുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാവേ. നമ്മളപ്പം വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി വരച്ചെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് അടിച്ചെടുക്കാം. നമ്മൾ വരച്ച ലൈനിൽ കൂടെ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത്, അതായത് അകത്തോട്ടല്ല പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ലൈൻ ചെയ്തതിൻ്റെ പുറത്തുകൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെങ്കിൽ ഒരിക്കലും ക്യാൻവാസിൽ സ്റ്റിച്ച് വീഴില്ല. ക്യാൻവാസിൽ സ്റ്റിച്ച് വീഴണമെങ്കിൽ നമ്മൾ വരച്ചെടുത്തതിൻ്റെ കുറച്ച് മാറ്റി
ഒരു പോയിൻ്റ് അളവിൽ മാറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കട്ടിംഗ് ഒന്നും കൊള്ളാതെ കൃത്യമായി തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ബിഗിനേഴ്സിനോടാണ് ഞാനീ പറയുന്നത്. കാരണം വളരെ വേഗത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ നമ്മുടെ കട്ടിങ് വീഴും. അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് എല്ലാ സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് കൊള്ളരുത്. കാരണം നമ്മൾ ഈ നെക്ക് പോർഷൻ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വലിഞ്ഞൊന്നും നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടിങ് കൊടുക്കുന്നത്. അപ്പം ഈ കട്ടിങ് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധയോടുകൂടെ സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് വീഴാതെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം 3ഉം കൂടെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജോയിൻ ചെയ്ത ആ ഭാഗത്ത് ആ സ്റ്റിച്ച് ഒന്ന് അടിച്ചു കൊടുക്കണേ. നമ്മുടെ ഹോൾട്ടർ നെക്കിൻ്റെ ബാക്കിൽ നമ്മൾ ലൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ടായത്, അതായത് കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പ് തയ്യാറാക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയാണോ നമുക്ക് ആവശ്യമുള്ള നീളം എടുക്കാം. അപ്പോൾ കുഞ്ഞല്ലേ, അപ്പം ചെറിയൊരു ലൂപ്പ് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഞാനിവിടെ 2 ഇഞ്ച് വീതിക്കാണ് തുണി എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ബ്ലൗസിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് എടുത്തിരിക്കുന്നത് എത്ര ഇഞ്ചാണെന്ന് ഓർക്കണം. അതായത് 2 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും ഓൾറെഡി അതൊരു 1.5 ഇഞ്ചിലേക്ക് മാറിക്കാണും. ആ പോർഷനിലാണ് നമ്മൾ ഈ ലൂപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീതിക്ക് വേണം നമ്മൾ ഈ ലൂപ്പ് അടിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ലൂപ്പിൻ്റെ സൈഡിലുള്ള അഡീഷണൽ തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. കാരണം നമുക്കിത് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും സ്റ്റക്കായിട്ട് കയറി നിൽക്കും. അങ്ങനെ സ്റ്റക്കൊന്നും വരാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡ് വെട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും നീളമുള്ള കമ്പിയോ പച്ച ഈർക്കലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവേ. അപ്പം ഞാനിവിടെ നമ്മുടെ പപ്പടം കുത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിലും സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ലൂപ്പ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലൂപ്പ് നമ്മുടെ ക്രോപ്പ് ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സ്റ്റിച്ച് നേരത്തെ എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ചിങ് നമ്മൾ എടുത്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കിട്ടും അല്ലേ. അപ്പോൾ ആ ഓപ്പണിങ്ങിൽ കൂടെ വേണം നമ്മൾ ഈ ലൂപ്പ് നമ്മുടെ ക്രോപ്പ് ടോപ്പിലേക്ക് കടത്തിവിടാനായിട്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇതിലൊട്ടും തിരിച്ചെടുത്തിട്ടില്ല. തിരിച്ചെടുക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ഈ ലൂപ്പ് ഈ ക്രോപ്പ് ടോപ്പിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലൂപ്പ് ക്രോപ്പ് ടോപ്പിൽ നമ്മളിതുപോലെ കയറ്റി കഴിഞ്ഞു. ഇനി കയറ്റിയതിന് ശേഷം നമുക്ക് ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് 2 സ്റ്റിച്ചിങ് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൂപ്പ് ക്രോപ്പ് ടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലൂപ്പും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പ് ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടില്ല. ആ സൈഡിൽ കൂടെ വേണം നമ്മൾ ടോപ്പ് തിരിച്ച് എടുക്കാനായിട്ട്. ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൂപ്പ് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ ആ പോർഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. നമുക്ക് ആ ടോപ്പിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി എടുക്കാവേ. ഇനി നമുക്ക് ടോപ്പിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് പതിച്ച് അടിക്കണം. ഇത് കോട്ടൺ തുണി ആയിരുന്നെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പതിച്ചടിക്കേണ്ട കാര്യമില്ല. അയൺ ബോക്സ് വെച്ച് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മാത്രം മതി. പക്ഷേ ഇത് നെറ്റ് തുണിയാണ്, ജോർജറ്റ് മെറ്റീരിയലാണ് ലൈനിങ്. അപ്പം അത് കൃത്യമായിട്ട് കിടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ നെക്ക് പോർഷൻ ഇങ്ങനെ പതിച്ചടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ പതിച്ചടിക്കുന്നുണ്ട്. നമ്മൾ എവിടെയെല്ലാം തിരിച്ചടിച്ചോ അവിടെയെല്ലാം നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുമ്പോഴത്തേക്കും പതിച്ചടിക്കണം. അപ്പോൾ ആം ഹോൾ അടിക്കണം. നമ്മുടെ താഴത്തെ ക്രോപ്പ് ടോപ്പിൻ്റെ എൻഡ് പോർഷനില്ലേ, താഴത്തെ ഭാഗവും നമ്മൾ പതിച്ചടിക്കണം. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ എൻഡ് ഭാഗവും നമ്മൾ ഇതുപോലെ പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്.
നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റ് ലെവലിലൊന്ന് പിടിച്ചു വെക്കുക. കറക്റ്റ് ലെവലിൽ തന്നെയാണോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് നോക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷനില്ലേ, ഫ്രണ്ട് പോർഷൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ എടുത്തു വെച്ച് നോക്കുക കറക്റ്റ് ലെവൽ തന്നെയാണോ നമുക്ക് വന്നിരിക്കുന്നത് എന്ന്. കാരണം ഇത് അടിച്ചതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് വെക്കുമ്പോഴത്തേക്കും ഇത് ചെറുതും അത് വലുതും ആകരുത്. കാരണം സീം എലമെൻറ്റ്സ് ചിലപ്പോൾ അടിക്കുമ്പോഴത്തേക്കും ചിലവർ സീം എലമെൻറ്റ്സ് 1/2 ഇഞ്ചൊക്കെ ഇട്ടിട്ടായിരിക്കും അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ എടുത്ത അളവ് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്ത് വെച്ച് നോക്കുന്നത് കറക്റ്റ് ലെവൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് 4 വശവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല വശം പുറത്ത് കാണുന്ന രീതിയിലല്ല, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ 4 വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ടിങ്ങനെ മടക്കിയെടുക്കാം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം നമ്മൾ ബാക്ക് പാർട്ട് ഒന്നില്ലെങ്കിൽ സിബോ അല്ലെങ്കിൽ ഹുക്കോ ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം കസ്റ്റമർ പറഞ്ഞത് ഹുക്ക് മതി എന്നതുകൊണ്ട് നമ്മളവിടെ ഹുക്കാണ് വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഭാഗത്തൂടി നമുക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 3 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് വേറൊരു സ്റ്റിച്ചിങ് നമുക്ക് അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പതിച്ചടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ 3 ഭാഗവും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 പാർട്ടും ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹുക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നീളം കറക്റ്റ് ആ തുണിയുടെ മെഷർമെൻറ്റ് എടുക്കുക. ആ മെഷർമെൻറ്റിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഹുക്കിൻ്റെ പടി വെക്കുമ്പോഴത്തേക്കും ഹുക്കിൻ്റെ പടിയുടെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗം ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. അതായത് ആ തുണിയുടെ പുറത്തു കൂടി ഒന്ന് മടക്കി 1/2 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹുക്കിൻ്റെ പടി അടിക്കുമ്പോൾ തുണിയുടെ നല്ല വശത്ത് വെച്ച് വേണം ഹുക്കിൻ്റെ പടി അടിക്കാനായിട്ട്. ഹുക്കിൻ്റെ പടി അടിച്ചു വരുമ്പോഴത്തേക്കും എൻഡ് പോർഷനിലും നമ്മൾ ആദ്യം മടക്കി എടുത്തതുപോലെ എൻഡ് പോർഷനും ജസ്റ്റ് മടക്കി അകത്തോട്ട് മടക്കി വെക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തുണിയുടെ അകത്തോട്ട് പടിയുടെ തുണി, അതായത് ഹുക്കിൻ്റെ പടി അകത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം എൻഡ് ഭാഗം അടിച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ പടി ഒന്ന് തിരിച്ചെടുക്കാം. നമുക്ക് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ താഴെയും മുകളിലുമായിട്ട് 1/2 ഇഞ്ച് വീതിക്ക് മടക്കി വെച്ചിരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതി വെച്ച് ഞാൻ മടക്കുന്നത് പോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ 3ആയിട്ട് മടക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും അത് മടക്കി തുണിയുടെ അകത്തോട്ട്, അതായത് നമ്മുടെ ടോപ്പിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും മടങ്ങിയിരിക്കുന്ന രീതിക്ക് വേണം ഇത് നമ്മൾ മടക്കിയെടുക്കാനായിട്ട്. അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഞാൻ മുകളിൽ നിന്ന് താഴെ വരെയും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കിയെടുക്കുക. 1/2 ഇഞ്ച് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് 1/2 ഇഞ്ച് വെച്ച് ഒരു മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് അടിച്ചെടുക്കാവേ. ബിഗിനേഴ്സിന് പാടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. കോട്ടൺ ആണെങ്കിൽ നമ്മളൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് ആക്കുമ്പോഴത്തേക്കും കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇരിക്കും. പക്ഷേ ക്രേപ്പ് മെറ്റീരിയലൊക്കെ നല്ലതുപോലെ പാടാണ് നമുക്കിങ്ങനെ മടക്കിയെടുത്തൊക്കെ അടിച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ബിഗിനേഴ്സ് അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം അടിക്കാനായിട്ട്. നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എൻഡ് ഭാഗത്തും കൂടെ ഒരു തയ്യലും കൂടെ ഇട്ട് കൊടുക്കാമേ. അതായത് പടി അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് വെച്ച് അതിൻ്റെ എൻഡ് ഭാഗത്ത് ഒന്ന് പതിപ്പിച്ചടിക്കുകയാണ്. അങ്ങനെ പതിച്ചടിക്കുമ്പോഴത്തേക്കും കാണാൻ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് ഹുക്കിടാനുള്ള ഐപ്പട്ടി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള തുണിയും നീളം നമ്മൾ നേരത്തെ എടുത്ത ഹുക്ക് പട്ടിക്ക് എത്രയാണോ എടുത്തത് നീളം അത് തന്നെയാണ് ഐപ്പട്ടിക്കും എടുക്കേണ്ടത്. നമ്മൾ ഹുക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തപ്പോൾ
തുണിയുടെ നല്ല വശത്ത് വെച്ചായിരുന്നു ആദ്യം സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ അയ്പട്ടിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയുടെ ചീത്ത വശത്ത് വെച്ച് വേണം, അതായത് ലൈനിങ് പോർഷനിൽ വെച്ച് വേണം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ ഒരു 1/2 ഇഞ്ച് തുണി മടക്കി വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഞാൻ ഹുക്ക് പട്ടി സെറ്റ് ചെയ്തപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അയ്പട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. ഒരു 1/2 ഇഞ്ച് തുണി മുകളിലും താഴെയും മടക്കി വെക്കണം. കണ്ടോ, ഞാനൊരു 1/2 ഇഞ്ച് വീതി വെച്ചാണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞത്. അതിനുശേഷം അത് താഴേക്ക് മടക്കി വെക്കുന്നുണ്ട്. അതുപോലെ മടക്കി വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മടക്കി അടിച്ച ആ ഒരു പോർഷനിൽ ചെറിയൊരു കട്ടി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിക്കുമ്പം ആ ഒരു കട്ടി അവിടെ കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും എൻഡ് ഭാഗത്തെ ആ കൂർത്ത ഭാഗം രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കളയുക. സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമുക്ക് ആദ്യം ഒന്ന് മടക്കിയടിക്കാം. ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ മടക്കിയടിക്കുന്നത്. കോട്ടണൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ വെച്ച് തയ്ക്കാമായിരുന്നു. അപ്പോൾ ബിഗിനേഴ്സ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് അടിച്ചെടുക്കാവേ. ഇനി നമുക്ക് ഈ തുണി തിരിച്ചിട്ട് നമുക്കിതൊന്ന് പതിച്ചടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അടിച്ചപ്പോഴത്തേക്കും അവിടെ സീം അലവൻസ്, അതായത് തുമ്പ് പോയിൻ്റ് ഉണ്ടായിരുന്നല്ലോ, ആ തുമ്പ് ഭാഗം തുണിയുടെ നല്ല വശത്തോട്ട് വരാതെ നമ്മൾ വെച്ച പട്ടിയുടെ ആ ഭാഗം നോക്കി വേണം ഇരിക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സൂം ചെയ്യുമ്പോഴത്തേക്ക് അത് കാണിച്ചു തരാം. കണ്ടോ, അതിൽ നമ്മുടെ ആ തയ്യൽ തുമ്പ് പട്ടിയുടെ ആ വശത്ത് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം വെച്ച് തയ്ക്കാനായിട്ട്. അത് തയ്ച്ചതിന് ശേഷം ഇനി നമുക്കത് മടക്കി വെച്ചതിന് ശേഷം ഞാൻ തയ്ക്കുന്നത് പോലെ ആദ്യം എൻഡ് ഭാഗം വെച്ച് വേണം തയ്യൽ തുടങ്ങാനായിട്ട്. ഡയറക്റ്റ് നേരെ അടിച്ച് വരരുത്. ആ എൻഡ് ഭാഗം മടക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു തയ്യൽ കൊടുക്കുക. കണ്ടോ, ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഒന്ന് തയ്ച്ചെടുക്കണേ. എൻഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് ആ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ആ തുണിയുടെ ആ എൻഡ് പോയിൻറ്റിൽ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തണം. അതിനുശേഷം ഇതുപോലെ തുണി ഒന്ന് കറക്കിയെടുത്ത് തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ച് നമ്മൾ കോണോട് കോൺ അടിക്കുന്നത് പോലെ അവിടെ നിന്ന് കോൺ ഷേപ്പിൽ അടിച്ചെടുക്കുക. കണ്ടോ, ഈ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനായിട്ട്. നമ്മൾ എത്ര ഹുക്കാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഹുക്കിൻ്റെ എണ്ണം അനുസരിച്ച് വേണം അയ്പട്ടിയിൽ നമ്മൾ ലൂപ്പ് ഇടാനായിട്ട്, അതായത് ഹോൾ ഇടാനായിട്ട്. അതിനുശേഷം താണ്ടെ ഇതുപോലെ നേരെ ഒന്ന് അടിച്ചെടുക്കുക. വീണ്ടും സൂചി കുത്തി നിർത്തി കോണോട് കോണ് അടിച്ചെടുക്കുക. ബിഗിനേഴ്സ് സാവധാനത്തിൽ തന്നെ ഇത് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പതുക്കെ അടിച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് അടിച്ചെടുക്കാൻ സാധിക്കും. മനസ്സിലാകാത്തവർ ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് കണ്ടു നോക്കുക കേട്ടോ. അവസാനത്തെ എൻഡ് പോർഷനും ഇതുപോലെ തന്നെ കൊണ്ട് അടിച്ച് നിർത്തണേ. അപ്പോൾ നമ്മൾ അയ്പട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലാകാത്തവർ കമൻറ്റ് ഇടുകയാണെങ്കിൽ അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിടാം. ഇതിപ്പോൾ എത്രത്തോളം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയത്തില്ല, കാരണം വീഡിയോസ് ലെങ്ത് കൂടുവാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ല വശവും ഇതുപോലെ വെച്ചതിന് ശേഷം സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ഇങ്ങനെയായിരിക്കും ഫിനിഷിങ്ങിൽ കിട്ടുന്നത്.
ഇനി നമുക്കിതിൽ ഹുക്കൊക്കെ പിടിപ്പിക്കണം. ഞാൻ പക്ഷേ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്താണ്. ഞാൻ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ നല്ലതുപോലെ വർക്ക് ചെയ്തെടുക്കാം. പക്ഷേ അവർക്ക് ഒരുപാട് വർക്കൊന്നും വേണ്ട, ഹാങ്ങിങ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ മാത്രം ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി വേഗം കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.